ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നതും എല്ലാവരും ഇൻസ്റ്റയിലായാലും കമന്റിലായാലും എപ്പോഴൊക്കെയാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഡിഗ്രി ഏതെടുക്കാനാണ് പ്ലാൻ, ഏതാണ് കോളേജ്? ഇപ്പോൾ 18 ആയില്ലേ, ഇതുവരെ ലൈഫിൽ പഠിച്ച ലെസൺസ്. എൻ്റെ ഈ വീഡിയോ പലരും കാണും, എനിക്കറിയാൻ പാടില്ല ഗൈസ്. എൻ്റെ വീട്ടുകാരാണായിരിക്കാം, എൻ്റെ നാട്ടുകാരാണായിരിക്കാം, എൻ്റെ കൂട്ടുകാരാണായിരിക്കാം. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല ഗൈസ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. കാരണം കുറെ പേർക്ക് അറിയാം. നിർത്ത ഗൈസ്, നമ്മ അവിടെ നിന്ന് ഒഴിഞ്ഞൊരു പോവാം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു ബഗ്ഗിയിലേറെ എൻ്റെ ലൈഫിൽ കുറെ കാര്യങ്ങളിൽ ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എല്ലാവരും പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിക്കാനായിരിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനാ ഗൈസ്. ആവശ്യമില്ലാണ്ട് ഓരോ വയ്യാവയിലേക്ക് എടുത്ത് തലയിൽ വെക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മിറ്റഡ് ആണോ പ്രപ്പോസൽസ്? കമ്മിറ്റഡ് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അതോ ആരും കിട്ടാത്തതുകൊണ്ടാണോ? ഗൈസ്, ഇതും ഞാൻ പറയാം. ചേച്ചി 10th കഴിഞ്ഞാൽ എന്താണോ +1 എടുക്കാൻ നല്ലത്? ഐ മീൻ ഏത് സബ്ജക്റ്റായിരിക്കും എടുക്കാൻ നല്ലതെന്നല്ലേ? ഞാൻ അങ്ങോട്ടുള്ള ഒരു ഒപ്പീനിയൻ നോക്കണല്ലോ. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് വലുത്. കാരണം ഞാനാ പഠിക്കാൻ പോണത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റേ നോക്കൂളൂ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണുമ്പോൾ ചെറിയൊരു ചേഞ്ച് തോന്നിയേക്കാം. വേറെ ഒന്നുമില്ല ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലല്ല, ഞാൻ എൻ്റെ ചങ്കിൻ്റെ വീട്ടിലാണ്. ചങ്കെന്ന് പറയുമ്പോൾ എൻ്റെ എപ്പോഴും വീഡിയോയിൽ ഞാൻ പറയാറുള്ളത് കിണ്ണാന്ന്. അവളുടെ ശരിക്കും പേര് കൃഷ്ണ എന്നാണ്. ഞാൻ അവളിങ്ങനെ കിണ്ണാന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ വീട്ടിലാണ് ഞാനിപ്പം. അപ്പോൾ അവളാണ് ഒരു ഫംഗ്ഷന് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു Q&A എടുക്കാമെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ മാസം പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു Q&A ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് എടുക്കാൻ പറ്റില്ല ഗൈസ്. വേറൊന്നുമില്ല, എൻ്റെ വീട്ടിലൊന്നും അത് മര്യാദയ്ക്ക് ലൈറ്റ് ഇല്ല, നല്ല ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഇപ്പൊ അഥവാ എല്ലാം കൂടി ഒന്ന് സാഹചര്യം ഒത്തു വന്നാൽ തന്നെ എനിക്ക് റൂമൊന്നുമില്ല ഗൈസ്. ഞാൻ ഹാളിലാണ് കിടക്കണേക്ക. അപ്പോൾ ഹാളിൽ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടക്കലായിരിക്കും. സോ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. എനിക്ക് ടെൻഷനായിരുന്നു റിസൾട്ടിന്റെ വീഡിയോ എടുക്കുമ്പോൾ. എനിക്ക് എടുക്കാൻ പറ്റുന്നൊക്കെ ടെൻഷനായിരുന്നു. എന്നാലും ഞാൻ റിസൾട്ടിന്റെ വീഡിയോ ഒപ്പിച്ചു ഗൈസ്. എങ്ങനെയൊക്കെ ഒപ്പിച്ച് നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ തലക്ക് പ്രാന്താക്കണമായിരുന്നു റിസൾട്ടിന്റെ തലേദിവസമൊക്കെ. എനിക്ക് വീഡിയോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, സെറ്റ് സ്ഥലമില്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കേണ്ടി വരുമോ, അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസ് ആയിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചു റിസൾട്ടിന്റെ വീഡിയോ. അത് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. നല്ല കമന്റ്സും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ റീൽസ് ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വന്നായിരുന്നു. full A+ കിട്ടിയിട്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. അതങ്ങനെ ചിലർ അങ്ങനെ പലതും പറയും ഗൈസ്. അത് മൈൻഡ് ചെയ്യണ്ട. ഇപ്പൊ കിട്ടി കേൾക്കണവരും അല്ലെങ്കിൽ നല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല റിസൾട്ട് എന്ന് പറയുന്നത് full A+ മാത്രമല്ല കേട്ടോ. നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക, ഐ മീൻ നമ്മുടെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് അതൊരു ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ കേട്ടോ. അതിപ്പോൾ 2A+ ആയാലും 3A+ ആയാലും അത് ആ ഒരു കുട്ടി അത്രയ്ക്ക് നല്ല എഫേർട്ട് ഇട്ടിട്ട് അത്രയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആ 2-3A+ കിട്ടണമെങ്കിൽ അത് നല്ല റിസൾട്ട് ആയിട്ടാണ് കേട്ടോ. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നത്. ഇപ്പം 10A+ മേടിക്കാൻ കഴിവുള്ളവർക്ക് അത് ഹാർഡ് വർക്ക് ചെയ്തിട്ട് മേടിക്കുകയാണെങ്കിൽ അത് നല്ല റിസൾട്ടാണ്. ഇപ്പം 8A+ ആയാലും അത് നല്ല റിസൾട്ടാണ്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടോ അത് നല്ല റിസൾട്ടാണ്. എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻട്രോ ഇങ്ങനെ വലിച്ചു നീട്ടുള്ള കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. കാരണം ഞാനിവിടെ ഭയങ്കര സൗണ്ടിലാണ് സംസാരിക്കുന്നത്, നല്ല ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കറിയില്ല ഗൈസ്, ഇതെൻ്റെ ഹോം മാതിരി തന്നെയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ടിന്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ വീട് മാതിരി തന്നെയാണ്. എനിക്കിവിടെ തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോവാം. എനിക്ക് എന്തും ചെയ്യാം. എൻ്റെ വീട്ടിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ എനിക്ക് ഇവിടെയും ചെയ്യാം. ഞാനിവിടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. അവളായാലും അതെ, എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. അവൾക്ക് തോന്നുമ്പോൾ വരാം, തോന്നുമ്പോൾ പോവാം, അങ്ങനെയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ LKG തൊട്ടുള്ള എൻ്റെ ചങ്കാട്ടോ കൃഷ്ണ എന്ന് പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. പിന്നെ ചിലർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അത്രക്കും ദൂരെയുള്ള, ഐ മീൻ പാലക്കാട് ഞങ്ങൾക്ക് എന്നൊക്കെ ഇടയ്ക്ക് പറയണത്. അപ്പോൾ പാലക്കാടുള്ള അവളായിട്ട് എങ്ങനെ കമ്പനി എന്നൊക്കെ ചോദിക്കില്ല, അത്ര ലോങ് ഡിസ്റ്റൻസ്. സംഭവം വേറൊന്നും ലൈസ്. ഞങ്ങൾ LKG തൊട്ട് 10ാം ക്ലാസ് വരെ ഒരുമിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവൾക്ക് 10ാം ക്ലാസ്സിൽ ഒരു ഇയർ ഒന്നും കൂടി ഇരിക്കേണ്ടി വന്നു. അവൾക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ലാസ്സിൽ വരാൻ പറ്റുണ്ടായില്ല. 10ാം ക്ലാസ് അധികം വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ഒപ്പം. അപ്പോൾ അവൾക്ക് ഒന്നും കൂടി 10ാം ക്ലാസ്സിൽ ഇരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഇതായിപ്പോയത്, വേറെ ക്ലാസ് ആയിപ്പോയത്. അവൾ ഇപ്പൊ +2 ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ +2 കഴിഞ്ഞല്ലോ. അപ്പോൾ അവൾ 2 വർഷം 10ാം ക്ലാസ് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മേന്റെ വീടാണ്, ഐ മീൻ ആന്റിയുടെ വീടാണെന്നുണ്ടെങ്കിൽ പാലക്കാടാണ്. സോ ഇപ്പൊ അവള് പാലക്കാടോട്ട് പോയേക്കണേണ്. ഇവിടെയും അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്ന് നിൽക്കണേണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചങ്കിന്റെ വീട്ടിലാണെന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കുറച്ചു നേരം അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇൻട്രോ ഭയങ്കര നീട്ടം ഉള്ളതായി പോയിന്ന് തോന്നുന്നു. കുഴപ്പമില്ല ഗൈസ്, ഇങ്ങനെ കേട്ടിരിക്കാനുള്ള ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ മറ്റുള്ളവർ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചേഞ്ച് ഒക്കെ തോന്നിയിരിക്കാം. പിന്നെ കുറെ പേര് പറയാറുണ്ട് ഗൈസ് ഞാനിപ്പോൾ കുറച്ച് ഗ്ലോ അപ്പ് ഒക്കെ ആയിട്ടുണ്ട്, കുറച്ച് അടിപൊളിയൊക്കെ ആയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഗൈസ് എനിക്ക് ആ കമന്റ് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം.
എൻ്റെ പൊന്നു കേസ് പട്ടി വരച്ചതാണ്. ഞാൻ വിചാരിച്ചു എന്ത് തേങ്ങിയെന്ന്, കാരണം ഞാനിപ്പോൾ വീട്ടിൽ ഒറ്റക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഗ്ലോ അപ്പ് എന്നൊക്കെ കുറച്ച് പേര് പറയുന്നത് നല്ല രസമുണ്ടെന്നൊക്കെ പറയാറുണ്ട്, പ്രത്യേകിച്ച് കമ്പി ഇട്ടതിന് ശേഷം പല്ലിൽ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേസ്, എല്ലാവരും അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സത്യമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ അങ്ങനത്തെ കമൻസ് ആയിരിക്കും വായിക്കണ്ടാവാം. അപ്പോൾ ആ ദിവസം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും മൊത്തത്തിൽ. അപ്പൊ എന്തായാലും നമുക്ക് ക്യൂവിനെ തുടങ്ങാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് എനിക്ക് മൈക്ക് അവിടെ കുത്തി വെക്കണം, ഞാൻ ഇത്ര ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഗൈസ്, ശരിക്കും ഇങ്ങനെയല്ല പിടിക്കേണ്ടത്. സോറി ഗൈസ്, എക്സ്ക്യൂസ് ചെയ്യാം. എനിക്ക് അവിടെ കുത്തി വെക്കണം, പക്ഷേ ഈ ഡ്രസ്സിൽ ഞാൻ ഇവിടെ കുത്തിയേക്കും എനിക്ക് അറിയിക്കാം. ഇവിടെ വെച്ചോക്കാം. ഗൈസ് എല്ലാം സെറ്റാന്ന് വിചാരിക്കണം. പിന്നെ ഗൈസ് എൻ്റെ പുത്ത മൈക്കാണ്, ഞാൻ വയർലെസ് മേടിച്ചതാണ്. അപ്പോൾ എങ്ങനെ ഇടുന്നു പറയാ, ഓഡിയോ ക്ലാരിറ്റി ഒക്കെ ഓക്കെ അല്ലെന്ന് പറയാ. എനിക്കറിയില്ല ഇത്ര ഡിസ്റ്റൻസിൽ ശരിക്കും കേൾക്കണ്ടെന്ന് അറിയില്ല. ഞാൻ മറ്റേ നോയ്സ് ഒക്കെ ക്യാൻസൽ ചെയ്യണ സംഭവം ആ ഓപ്ഷൻ ഇട്ടാണ് ചെയ്യണത്. പിന്നെ ഗൈസ് കുറെ പേര് നെയിൽസിന്റെ കാര്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയണത്, ഞാൻ നെയിൽസ് അങ്ങനെ കടിക്കാറൊന്നുമില്ല, പിന്നെ എന്റെ നെയിൽസിന് ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ടാണ് ഇത്ര ലോങ് ആയിട്ട് വളരണമെന്ന് പറയാറ്. എന്നാ അറിയാൻ പാടില്ല ഗൈസ്, എന്റെ നഹുറിനോട് പോയി എന്ത് ലോങ് നഹുറെന്ന് അറിയാം ഗൈസ്, എന്ത് ടം ഫിംഗറിലെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കുറെ. അത് ഒരെണ്ണം ഒടിഞ്ഞു പോയി ഗൈസ്. ഇതെന്ന് വെച്ചാല് ഈ നഖം ഇവിടം വെച്ചാൽ ഒടിയാണ്. പൊതുവെ ആൾക്കാർ ഇവിടം വെച്ചാൽ ഒടിയല്ലേ, നഖം വളർന്ന ഗ്രോ ചെയ്ത നഖമല്ല ഒടിയല്. എന്റെ തല ഗൈസ്, എന്റെ തൊല്ലിന്റെ ഇവിടെ ഒടിഞ്ഞത്. എന്റെ അങ്ങനെ ഒടിയാറുള്ളൂ, എന്റെ ഈ ഗ്രോ ചെയ്ത നഖം ഒടിയലില്ല. എന്റെ ഇവിടം വെച്ച കുടിയുള്ളൂ, അങ്ങനെ തൊല്ലിന്റെ ഇവിടം വെച്ച കുടിയുള്ളൂ. നല്ല സുഖമാണ് ഗൈസ്, നല്ല സുഖമുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഒരുപാട് ലാഗ് എടുപ്പിക്കേണ്ട, നമുക്ക് കുറെ നേരം ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ ഒരു പേഴ്സൺ, ഒരു മനുഷ്യന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കൂല കേട്ടോ. എനിക്കിങ്ങനെ എന്താ ഇപ്പൊ ക്യാമറയിലൊക്കെ നല്ല സംസാരിക്കാറ്, പക്ഷെ റിയൽ ലൈഫിൽ ഞാൻ തീരെ സംസാരിക്കില്ല. എന്നോട് പലവരും അങ്ങനെ പറയാറുണ്ട്, യൂട്യൂബിലോ അതിലല്ലോ റിയൽ ലൈഫിൽ. ഇത് സത്യമാണ് ഗൈസ്, ഞാൻ ഇങ്ങനെ തീരെ സംസാരിക്കാറേ ഇല്ല. ഞാൻ ഭയങ്കര അട്ടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഒരു മൂലക്കേക്ക് ഇരിക്കുള്ള ആൾക്കൂട്ടം കണ്ടാലും. ഓക്കെ ഗൈസ്, എന്തായാലും ലഹടിപ്പിക്കുള്ള വേദന. ക്വസ്റ്റ്യനിലോട്ട് പോകാം. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് മുന്നൊക്കെ Q&A ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അങ്ങനെ അധികം ഞാൻ എടുക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. ഞാൻ എഴുതി കൊണ്ടുവന്നേക്കണേണ്, കാരണം എൻ്റെ വേറെ ഫോണിൽ ഇപ്പൊ നോക്കി വായിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫാമിലിയെ കുറിച്ച് പറ, ഫാമിലി മെമ്പേഴ്സ് നെയിം. ഓക്കെ, ഞാൻ ഇത് എന്റെ പണ്ടത്തെ Q&A ചെയ്തിട്ടുള്ളതാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ആ Q&A പ്രൈവറ്റ് ആക്കിയിട്ടൊക്കെയാണ് തോന്നും. ഓക്കെ ഗൈസ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാം. എന്റെ ഫാമിലി എന്ന് വെച്ചാൽ 4 ആൾക്കാരാണ് ഉള്ളത്. ഐ മീൻ അമ്മ, അച്ഛൻ, ചേട്ടൻ, പിന്നെ ഞാൻ. അപ്പൊ 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലിയാണ് എന്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെ പേരും ഞാൻ പറയാം. എന്റെ പേര് എല്ലാവർക്കും അറിയാലോ, ദേവിക OS. അപ്പോ അമ്മന്റെ പേരാണെന്ന് ലക്ഷ്മി ദേവി, അച്ഛന്റെ പേരാണെന്നുണ്ടെങ്കിൽ സജു R, ചേട്ടന്റെ പേര് ശിവശങ്കർ. അപ്പോ എന്താ ഗൈസ്, ഒരുമാതിരി ഭയങ്കര ഫോർമലായി പോയത് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ചേട്ടന്റെ ജോബ് എന്താണ്? ചേട്ടൻ എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പഠിക്കണേണ്, വെബ് ഡെവലപ്മെന്റ് അങ്ങനെ എന്തോന്ന് തോന്നുന്നു ഗൈസ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കാം. അപ്പൊ അവൻ അങ്ങനെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണേണ്. ഇപ്പൊ നിലവിൽ ജോബ് ചെയ്യാനുള്ള പഠിച്ചുകൊണ്ടിരിക്കണ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, അക്കോർഡിംഗ് ടു +1 ആൻഡ് +2 ഹ്യൂമാനിറ്റീസ് ഈസി ആണോ? ഗൈസ് ഇതിനെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാൻ ഗൈസ്. ഈ ഹ്യൂമാനിറ്റീസിനെ കുറിച്ചിട്ട് കുറെ പേര് കുറ്റം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വേണേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. വേറെ അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഞാൻ അപ്പോൾ പറയാം കേട്ടോ. അപ്പോ +1 +2 വെച്ച് നോക്കുമ്പോൾ ഹ്യൂമാനിറ്റീസ് ഈസി ആണോ? എനിക്ക് കറക്റ്റ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. +1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ +2 ഈസി ആണോ അങ്ങനെ എന്തോ, ഞാൻ മൊത്തത്തിൽ പറയാം ഗൈസ്. സംഭവം എന്താ വെച്ചാല് 10 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് +1 +2 ആണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. മേ ബി ഞാൻ 10 അധികം പഠിക്കാനിട്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുക പിന്നെ എവിടെ നിന്നാ ഫുൾ A+? എനിക്ക് അത്രക്ക് ഞാൻ പഠിച്ച അത്രക്ക് വലിയ ലെവൽ പഠിത്തം എനിക്ക് ഉണ്ടായില്ല കേട്ടോ. 10ാം ക്ലാസ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഓണം എക്സാമിന് 3A+ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് ടെൻഷൻ ആയിരുന്നു, ഞാൻ എങ്ങനെയാണ് ഈ 3A+ 10A+ ആക്കാന്ന്. അത്രക്ക് ഞാൻ വലിയ പഠിപ്പൊന്നും അല്ലായിരുന്നു. ഞാൻ സോഷ്യൽ സയൻസ് അത്യാവശ്യം നല്ല പഠിക്കുമായിരുന്നു. എനിക്ക് എപ്പോഴേക്കും 80 ഉണ്ടാവുമായിരുന്നു കേട്ടോ. അല്ലാണ്ട് ബാക്കി സബ്ജക്ട്സ് അത്രക്ക് വലിയ പഠിപ്പി ലെവലൊന്നും ഞാൻ പഠിക്കൂലായിരുന്നു, ആവറേജ് ആയിട്ട് പഠിക്കുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടക്കിടക്ക് പണ്ടൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ പ്രത്യേകിച്ച് ഞാൻ എപ്പോഴേക്കും പറയുമായിരുന്നു, ഞാൻ അങ്ങനെ ആവറേജ് സ്റ്റുഡന്റ് ആണ്, വലിയ പഠിപ്പൊന്നുമില്ലെന്ന്. അത് ഇതാണ് കാരണം. അണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാമിന് 4A+ ഉണ്ടായുള്ളൂ. എന്നിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പബ്ലിക് എക്സാമിന് 10A+ ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ക ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് 10നേക്കാളും +1 +2 ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. +1 +2 ഞാൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു, പ്രത്യേകിച്ച് +1 +2 അത്രയ്ക്ക് ഞാൻ പഠിച്ചിട്ടില്ല, നല്ലപോലെ ഉഴപ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാം. അപ്പോ മേ ബി ഞാൻ 10ാം ക്ലാസ്സിൽ അത്രയ്ക്ക് പഠിക്കാനായിട്ടായിരിക്കാം. ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പലർക്കും തോന്നിയിട്ടുണ്ടാവാം. +1 +2 ടഫ് ആയിരിക്കാം, ചിലർക്ക് 10ാം ക്ലാസ് ആയിരിക്കും ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. എനിക്ക് നേരെ ഓപ്പോസിറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. അപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത് നിങ്ങൾ പറയാട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നതും എല്ലാവരും ഇൻസ്റ്റയിലായാലും കമന്റിലായാലും എപ്പോഴൊക്കെയാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഡിഗ്രി ഏതെടുക്കാനാണ് പ്ലാൻ, ഏതാണ് കോളേജ്? അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്കൊക്കെ അറിയാതിരിക്കാം, എനിക്ക് ഫാഷൻ ഡിസൈനിങ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോ ഞാൻ അങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോൾ ആദ്യം വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതും പറഞ്ഞ് നീ എടുക്കണ്ട അങ്ങനത്തെ ഒരു ഒപ്പീനിയൻ അല്ലായിരുന്നു.
എന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് എടുക്കാനേ എന്റെ വീട്ടുകാർ സമ്മതിക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എടുക്കുന്ന കോഴ്സ് വരുന്നത് ബിവോക്ക് ഇൻ ഫാഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ് ആട്ടോ. ഞാൻ ആദ്യം നിഫ്റ്റ് ഒക്കെ എഴുതാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിഫ്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നി. അതിന്റെ അത്രക്കും എക്സ്പെൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇവിടെ അടുത്തുള്ള കോളേജ്, ഐ മീൻ കാർമൽ കോളേജിലാണ് കേട്ടോ ഞാൻ അഡ്മിഷന്റെ സംഭവങ്ങളൊക്കെ നോക്കണത്. നമ്മുടെ മാളയിലുള്ള തൃശ്ശൂർ മാളയിലുള്ള കാർമൽ കോളേജിലാണ് നോക്കണത്. ബിവോക്ക് ഇൻ ഫാഷൻ ടെക്നോളജി ആണ് കോഴ്സ് കേട്ടോ. അപ്പോ എനിക്ക് കുറെ കോളേജ് നോക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കുറെ കോഴ്സ് ഈ ഫാഷൻ ഡിസൈനിങ്ങിന്റെ റിലേറ്റഡ് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഒരു ബഡ്ജറ്റും പിന്നെ ആ സൗകര്യമൊക്കെ നോക്കിയിട്ട് എനിക്ക് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് കാർമൽ കോളേജാണ് മാളയിലുള്ള. അപ്പോൾ അവിടെ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ കാർമൽ കോളേജ് എന്നെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ ഉണ്ട് ഗൈസ്. എന്റെ ഫേവറേറ്റ്, എന്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ടീച്ചർ ഫേവറേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്റെ 6ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് കൃഷ്ണ മിസ്. ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറായിരുന്നു. അതാണ് ഗൈസ് എന്റെ ഫേവറേറ്റ് ടീച്ചർ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഫേവറേറ്റ് ടീച്ചർ. അത്ര എനിക്ക് ഒരു ഫേവറേറ്റ് ടീച്ചർ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ മിസ്സിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഗൈസ്. മിസ്സിനും എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതാണ്. അപ്പോൾ ഞാൻ കാർമൽ കോളേജിലാണ് പോണത്. ബിവോക്ക് ഇൻ ഫാഷൻ ടെക്നോളജി ആ കോഴ്സാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കൺട്രീസ്. സത്യം പറയാല ഗൈസ്, എനിക്ക് ഇതുവരെയായിട്ട് വേറൊരു കൺട്രിയിൽ പോയി വിസിറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. എനിക്കെന്തോ നമ്മുടെ ഇന്ത്യയാണ് കൂടുതൽ ഇഷ്ടം. ഐ മീൻ എനിക്ക് ഇന്ത്യ ഫുൾ കറങ്ങാൻ ഭയങ്കര ആഗ്രഹമാണ്. മൊത്തം എല്ലാ സ്റ്റേറ്റും പോയിട്ട് അങ്ങനെ കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. പ്രത്യേകിച്ച് കേരളം തന്നെ. കേരളം ഫുൾ കറങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതുവരെ എനിക്ക് അങ്ങനെ വേറെ കൺട്രീസിൽ പോകണമെന്ന് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് വന്നിട്ടില്ല. മേ ബി വരായിരിക്കാം, എനിക്കറിയാൻ പാടില്ല ഗൈസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ 18 ആയില്ലേ, ഇതുവരെ ലൈഫിൽ പഠിച്ച ലെസൺസ്? അങ്ങനെ ചോദിച്ചാല് കുറെ ലെസൺസ് ഉണ്ട് ഗൈസ്. മെയിൻ വരുന്നത് ആരുടെയും പുറകെ ബിഗ്ഗിയാൻ നിൽക്കരുത്, പ്രത്യേകിച്ച് സ്നേഹത്തിന്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് ഗൈസ്, ഒരിക്കലും നമ്മുടെ ലൈഫിൽ സ്നേഹത്തിന് വേണ്ടി ഒരാളുടെ അടുത്ത് പോയി കെഞ്ചരുത്. നമ്മളുടെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ നിർത്താം ഗൈസ്. മൂവ് ഓൺ ആവാം. അതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമായാലും ഇനി തേങ്ങന്റെ കാര്യമായാലും നമ്മളോട് ഇപ്പൊ ഒരാൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിർത്ത ഗൈസ്. നമ്മ അവിടെ നിന്ന് ഒഴിഞ്ഞോറി പോവാ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്റെ ലൈഫിൽ. കാരണം ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുണ്ട്. ഐ മീൻ ബെഗ് ചെയ്തിട്ട് ഐ മീൻ ഓപ്പോസിറ്റ് ആൾ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ബെഗ് ചെയ്ത് അങ്ങനെ ഒരാളുടെ പുറകെ പോയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ടായ കാര്യം എന്ന് വെച്ചാൽ ഇത്ര നാള് ഉള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് അതാണ് എന്റെ ബിഗ്ഗസ്റ്റ് ലെസൺ. ആരുടെ പുറകെ ഒന്നിനും കെഞ്ചാൻ പോകരുത്, പ്രത്യേകിച്ച് സ്നേഹത്തിന്റെ കാര്യത്തിൽ കെഞ്ചാൻ പോകരുത്. കാരണം സ്നേഹം എന്നുള്ള സാധനം കെഞ്ചി മേടിക്കേണ്ട സംഭവമല്ല. അതിപ്പോ നമ്മ ആ ഒരാളോട് നമുക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലപ്പോൾ, പക്ഷെ ആൾക്ക് നമ്മ എത്ര എഫേർട്ട് ഇട്ടാലും ഐ മീൻ നമ്മ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ അങ്ങനെ എത്ര എഫേർട്ട് ഇട്ടാലും എന്ത് സാധനം ഇട്ടാലും അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട കേസ് അവിടെ വെച്ച് കട്ടാക്കാം. അതിനൊരു ആവശ്യമില്ല. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമുക്ക് വേണ്ടി എഫേർട്ട് ഇടുന്ന ആൾക്കാർ ഈ ലോകത്തിന് എന്തോരം മനുഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ളവർ മതി നമുക്ക്. നമ്മളെ വേണ്ടാത്തവർ നമുക്ക് വേണ്ട. അതന്നെയാണ് എനിക്ക് ഇതുവരെ കിട്ടില്ല ഏറ്റവും വലിയ ലെസൺ. ഞാൻ +2 നല്ല ഉഴപ്പിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതിന്റെ റീസൺ. ആവശ്യമില്ലാണ്ട് ഓരോരുത്തരുടെ പുറകെ ബെഗ് ചെയ്യാൻ പോയില്ലേ, അത് എന്ന് നിർത്തി. അന്ന് സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ പീസ് വന്നു തുടങ്ങി. ഐ മീൻ ഭയങ്കര സന്തോഷം വന്നു തുടങ്ങി. എനിക്കറിയാൻ പാടില്ല, അത്ര ഞാൻ ചത്ത ശവം മതിരിക്കും ഇങ്ങനെ ഇരിക്കുള്ളൂ. എപ്പോൾ പോയാലും എവിടെ പോയാലും ഭയങ്കര വിഷമമൊക്കെ ഇരുന്നു. എന്റെ ആ ഒരു ബെഗ്ഗിയിലെ എന്റെ ലൈഫിൽ കുറെ കാര്യങ്ങളിൽ ഭയങ്കര എഫക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്റെ +2 വെച്ച് അവസാനം എക്സാമിന്റെ ടൈമൊക്കെ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ബട്ട് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആയിരുന്നു. ഐ മീൻ അതായത് എന്റെ അമ്മ മറ്റേ +2 റിസൾട്ട് ഒക്കെ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയണ്ടായി. ലാസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവായിരിക്കാം. കിട്ടുന്നൊന്നും പ്രതീക്ഷയല്ലായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ ഫുൾ A+ ഉണ്ടാവുന്നത്. കാരണം ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കണായിരുന്നു. പരീക്ഷയുടെ തലേദിവസം എല്ലാവരും പരീക്ഷയുടെ തലേദിവസം ഇരുന്ന് പഠിക്കാനായിരിക്കുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കരുത്. അത് എന്റെ ലൈഫിൽ ഭയങ്കര റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ബിഗ്ഗസ്റ്റ് റിഗ്രറ്റ്. ഇതാണ് ഗൈസ് എന്റെ റിഗ്രറ്റ്. ഞാൻ പഠിക്കുന്നതിന് വരുന്ന വേറെ ഞാൻ ഒരാളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഗൈസ്. എന്റെ ഈ വീഡിയോ പലരും കാണും, എനിക്കറിയാൻ പാടില്ല ഗൈസ്. എന്റെ വീട്ടുകാരാണായിരിക്കാം, എന്റെ നാട്ടുകാരാണായിരിക്കാം, എന്റെ കൂട്ടുകാരാണായിരിക്കാം. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല ഗൈസ്, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം കുറെ പേർക്ക് അറിയാം. ഞാൻ ഒരുപാട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മിറ്റഡ് ആണോ പ്രപ്പോസൽസ്? കമ്മിറ്റഡ് അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അതോ ആരും കിട്ടാത്തതുകൊണ്ടാണോ? ഗൈസ് ഇതും ഞാൻ പറയാം. സത്യം പറയാം, ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കര ഉണ്ട് ഗൈസ്. വേറൊന്നുമല്ല, ഇപ്പൊ തന്നെ എനിക്ക് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. ഞാൻ ഈ റിലേഷൻഷിപ്സിന് എതിരായിട്ടുള്ള ഒരാളല്ല. ഒരു മനുഷ്യനാകുമ്പോൾ ആർക്കായാലും ആരോടും ഇഷ്ടം തോന്നുന്നതൊക്കെ വരും. അതൊരിക്കലും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്ന ഒരാളല്ല. എനിക്ക് കൂടുതൽ 90s ടൈപ്പ് റിലേഷൻഷിപ്സ് ഒക്കെയാണ് ഇഷ്ടം. അങ്ങനത്തെ പണ്ടത്തെ പ്രണയമൊക്കെ ഇല്ല, ഒരു ദിവ്യ പ്രണയം വന്നിട്ടുള്ള അങ്ങനത്തെ സംഭവമൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. എഫേർട്ടൊക്കെ ഇട്ട് അങ്ങനത്തെ ടൈപ്പ് റിലേഷൻഷിപ്സ് ആണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനത്തെ റിലേഷൻഷിപ്സ് ഒന്നും കാണാറില്ല എന്നുള്ളതാണ്. ഉണ്ട്, പക്ഷെ ഭയങ്കര റെയർ ആണ് ഗൈസ്. അങ്ങനത്തെ കിട്ടണ ഭയങ്കര ഭാഗ്യമാണ്. അല്ലാണ്ട് നമുക്കിപ്പോ ഒരു റിലേഷൻ വേണമെന്നും പറഞ്ഞാൽ വല്ല കുഴിയിലും പോയി ചാടിയിട്ടുണ്ടെങ്കിൽ തീർന്നു ഗൈസ്.
അത് വളരെ ഒരു ഇതായി പോവും. എനിക്കങ്ങനെ ആ കുഴി പോയി ചാടണം എന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ റിലേഷൻഷിപ്സ് ഒന്നും നോക്കണില്ല. ഐ മീൻ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലാണ്ട് നല്ലൊരാളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമുക്കറിയില്ലല്ലോ ആൾ അഭിനയിക്കണോ. പ്രത്യേകിച്ച് വല്ല വാട്ടർമെലൻ സ്വഭാവമുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ വാട്ടർമെലൻ എന്ന് വെച്ചാൽ എങ്ങനെയാ, പുറത്ത് ഗ്രീൻ ആണ് അകത്ത് റെഡ് ആണ്. ചിലപ്പോൾ നമുക്ക് പുറത്ത് നോക്കുമ്പോൾ ആളൊരു ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് തോന്നിയേക്കാം, പക്ഷെ അകത്ത് ചിലപ്പോൾ ഒരു റെഡ് ഫ്ലാഗ് ആയിരിക്കാം. അത് നമ്മൾ അവരടുത്ത് അടുക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവേണ്ടത് അത് റെഡ് ഫ്ലാഗ് ആണെന്ന്. പിന്നെ അതിന് ഊരിപ്പോരാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതാണ് എന്തിനാ ഗൈസ് ആവശ്യമില്ലാണ്ട് ഓരോ വയ്യാവയിലേക്ക് എടുത്ത് തലയിൽ വെക്കണം. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ സിംഗിൾ ലൈഫ് ഭയങ്കര പീസാണ്, ഭയങ്കര പീസ്ഫുൾ ആണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ പുറത്തുള്ള ചുറ്റുമുള്ള ആൾക്കാരുടെ റിലേഷൻ നോക്കുമ്പോഴും അങ്ങനെ ആയാലും സിംഗിൾ ലൈഫാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇപ്പം നിലവിൽ സിംഗിൾ ആണ് ഗൈസ്. കമ്മിറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പെർമനന്റ് ആയിട്ട് ഞാൻ റിവീൽ ചെയ്യും. പെർമനന്റ് ആയിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുക. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗൈസ് അതൊക്കെ പബ്ലിക് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതെങ്ങാനെങ്കിലും ഒരു ചെറിയൊരു ഇത് വന്ന് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ വന്നിട്ട് അത് ബ്രേക്ക് ആയി പോയെന്നുണ്ടെങ്കിൽ അത് മതി ആൾക്കാർക്ക് ട്രോളാൻ വേണ്ടിയിട്ട്. വെറുതെ എന്തിനാ ഗൈസ് ആൾക്കാർക്ക് ട്രോളാൻ ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കുന്നത്. സോ പെർമനന്റ് ആവണേന് വരെ പ്രൈവറ്റ് ആക്കി വെക്കുക. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ പറഞ്ഞത് വീണ്ടും, ഞാൻ അങ്ങനെ എതിരായിട്ടുള്ള ഒരാളല്ല റിലേഷൻഷിപ്പിൽ. എനിക്ക് അത്രക്കും നല്ലൊരാളെ കിട്ടാൻ ഞാൻ എന്തായാലും നോക്കും എന്നുള്ള മൈൻഡാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കണില്ല. ഇപ്പൊ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുക, ഒരു ജോലി മേടിക്കുക, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക, ഇൻഡിപെൻഡന്റ് ആവുക, അങ്ങനത്തെ കാര്യത്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഇപ്പൊ ഞാൻ റിലേഷൻഷിപ്പിലോ അങ്ങനത്തെ ഒന്നും ഫോക്കസ് ചെയ്യാനുള്ള മതിയായി ഗൈസ്, മതിയായി. അതിനർത്ഥം ഞാൻ റിലേഷൻഷിപ്പ് പോയി എന്ന് പറഞ്ഞ ചാടി അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞ ഒരു ബഗ് ചെയ്യാൻ പോയി, അത് തന്നെ മതിയായി ഗൈസ്. അതോടെ എനിക്ക് മതിയായി. അടുത്തത് അബൌട്ട് ബ്രേസസ്, അതായത് നമ്മുടെ പല്ലിലെ കമ്പി, അതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഞാനിത് ഇട്ടത് 2024 ഡിസംബറിലാണ്. ഡിസംബർ 24 ആണെന്ന് തോന്നുന്നു. അപ്പോൾ മീൻസ് അവള് മെസ്സേജ് അയക്കണം, നമ്മുടെ കിണ്ണ മെസ്സേജ് അയക്കണ്ട്, എന്തൊക്കെ അയക്കണമെങ്കിൽ പക്ഷെ കാണാൻ പറ്റില്ല, ഈ കണ്ണട വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്താ മെസ്സേജ് കാണാൻ പറ്റില്ല. ഓക്കെ, അബൌട്ട് ബ്രേസസ്. ബ്രേസസ് വെച്ചാൽ ഞാൻ ഇട്ടിട്ട് ഡിസംബറിലായിട്ടത്. അപ്പോൾ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലെ പല്ലിന് അടുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലപോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചെറുതായിട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഫുൾ മാറിയിട്ടില്ല, കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്യാപ്പ് മാറാൻ വേണ്ടിയിട്ട് ആ മുകളിലുള്ളൊരു സാധനം ഉണ്ടാവും, ഒരു വലിയൊരു സാധനം ഉണ്ടാവില്ലേ, അത് കട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാൻ പാടില്ല. അത് കട്ട് ചെയ്യാൻ നല്ല പെയിൻഫുൾ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്തോ ലേസർ ചേഞ്ച് ചെയ്യുക, അല്ലാണ്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. ലേസറാണ് എനിക്ക് താല്പര്യം, പക്ഷെ ലേസർ എക്സ്പെൻസീവ് ആണ്. പിന്നെ എനിക്ക് അറിയാൻ പാടില്ല ആ സംഭവം ചെയ്യുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഈ പേടിയാണ് ഗൈസ്. പിന്നെ ബ്രേസസിനെ കുറിച്ച് പറയാൻ തന്നെ ഞാൻ പറഞ്ഞു, ഇത്ര നാളായിട്ടുള്ളൂ ഇട്ടിട്ട്. ഈ മന്ത് ഞാൻ ടൈറ്റ് ചെയ്യാൻ പോയിട്ടില്ല ഗൈസ്. എനിക്കൊരു ആദരവ് ഉണ്ടായിരുന്നു, അങ്ങനെയല്ലേ പറയാ, സാധനം ഉണ്ടായിരുന്നു മറ്റേ മാതൃഭൂമിന്റെ. അപ്പൊ അതിന് വന്നപ്പോ 8 മണിയായി വീട്ടിലെത്തിയപ്പം. ഒരു 6:45 മുന്നേ ടൈറ്റ് ചെയ്യാൻ പോണായിരുന്നു. അപ്പോ അതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സ്ലോ ആവുന്നതാണ് പ്രോസസ്സ്. ഇങ്ങനെ പല്ല് ഒതുങ്ങണതിന്റെ ഒക്കെ ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും എന്റെ പല്ല് റെഡിയാക്കി കമ്പിയൊക്കെ ഉരുട്ടി ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിലായിട്ട് ചെയ്യും ഗൈസ്, പേടിക്കണ്ട. കുറച്ച് നാളെടുക്കുമെന്ന് മാത്രം, ചിലപ്പോൾ 1 കൊല്ലം 2 കൊല്ലം എത്ര വേണേൽ എടുത്തുന്നിരിക്കും. ബട്ട് എന്തായാലും പല്ല് റെഡിയാക്കി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടും. അത് കുറെ പേർക്ക് യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂട്യൂബിൽ കുറെ പേര് വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്തായാലും ഇട്ടിരിക്കും, പേടിക്കേണ്ട ഗൈസ്. ഇപ്പൊ എനിക്കൊന്നും പറയാനായിട്ടില്ല, ചെറുതായിട്ട് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ ഫേസ്. അങ്ങനെ എനിക്ക് കമന്റിൽ കണ്ടിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത് കേട്ടോ. കമന്റിൽ എന്നോട് പലരും പറയാറുണ്ട് ചെറിയ ചേഞ്ച് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, രസമുണ്ടെന്നൊക്കെ പറഞ്ഞാറുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഗൈസ് അങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ട്. അടുത്തത്, വാട്ട്സ് യുവർ ഫേവറേറ്റ് തിങ് ടു ഡു വൈൽ ഫ്രീ ടൈം, മേ ബി യു കോൾ ഇറ്റ് ഹോബി. എനിക്കങ്ങനെ ഹോബി എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ സ്ക്രഞ്ചീസ്, ബ്രേസ്ലെറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഞാൻ ഫ്രീ ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പൊ എന്താ, വരയ്ക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് വരയ്ക്കാൻ പരീക്ഷ ടൈമിലെ മൂഡ് വരുള്ളൂ, അത് വേറെ കാര്യം കേട്ടോ. പരീക്ഷ ടൈമിൽ എനിക്ക് ഇങ്ങനെ കുറേ വരയ്ക്കാനൊക്കെ തോന്നും. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിൻട്രസ്റ്റിലും ഇൻസ്റ്റയിലൊക്കെ സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് വരയ്ക്കാന്നായിരിക്കും പ്ലാൻ. പക്ഷെ പരീക്ഷ ഞാൻ വെറുതെ ചത്തവരിഞ്ഞ് എടുക്കും, ഫോൺ നോക്കി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യും. ശരിക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ 10-13 മണിക്കൂർ വരെ യൂസ് ചെയ്യും വെക്കേഷൻ. ഇപ്പൊ ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 5 മണിക്കൂർ താഴെയൊക്കെ നോക്കാറുണ്ട് മാക്സിമം. അങ്ങനെയാണ് ഗൈസ്. എനിക്ക് ഫ്രീ ടൈമിൽ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ മടി സമ്മതിക്കൂല, എനിക്ക് ഭയങ്കര മടിയുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് എൻ്റെ വീട്ടില്. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാല്, തിങ്ക് ദാറ്റ് യു ഹേറ്റ് അബൌട്ട് യുവർ സെൽഫ്, മേ ബി എനിത്തിങ് അബൌട്ട് യുവർ സെൽഫ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച്. മടി, അതന്നെ. മടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചേഞ്ച് ചെയ്യുന്ന ആഗ്രഹമുള്ള സംഭവം. വേറെ ഒന്നും അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. മടി എനിക്ക് മാറ്റിയിരുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് മടി മാറ്റാൻ എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഒടുക്കത്തെ മടിയാണ്. ഞാൻ അറിയില്ല മടിയാണ്, അത് തന്നെ. വേറെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള മടി തന്നെ.
അടുത്തത് എൻ്റെ വെയിറ്റും ഹൈറ്റാണ് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ വെയിറ്റ് എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ജിമ്മിൽ പോകുമ്പോഴാണ് ഇങ്ങനെ വെയിറ്റ് നോക്കാറ്. എനിക്ക് ലാസ്റ്റ് ടൈം ഞാൻ ജിമ്മിൽ പോയപ്പോൾ നോക്കിയപ്പം എനിക്ക് 43 തോന്നുന്നു. കറക്റ്റ് 43 എൻ്റെ വെയിറ്റ് ജിമ്മിൽ പോയി നോക്കിയപ്പം. പിന്നെ ഞാൻ ഒരു എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ഒരു സ്ഥലത്ത് പോയി നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് 45 ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല 45 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫിൽ അതുകൂടെ 45 ആണത്. അപ്പോൾ ഞാൻ കുറച്ചാൾ മുമ്പ് 38 ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ജിമ്മിലൊക്കെ പോയി റെഡി ആക്കിയിട്ടൊക്കെയാണ് അത്രയെങ്കിലും കൂടിയിട്ടുള്ളത്, ചേഞ്ച് വന്നിട്ടുള്ളത്. ജിമ്മിൽ പോകുമ്പോൾ ഞാൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അതുകൊണ്ടായിരിക്കാം മേ ബി, അല്ലെങ്കിൽ എനിക്കറിയാൻ പാടില്ല. ഓക്കെ, അടുത്തത് ചേച്ചി 10th കഴിഞ്ഞാൽ എന്താണോ +1 എടുക്കാൻ നല്ലത്? ഐ മീൻ ഏത് സബ്ജക്റ്റ് ആയിരിക്കും എടുക്കാൻ നല്ലതെന്നല്ലേ? അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഗൈസ്. എനിക്കിപ്പോൾ സോഷ്യൽ സയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഐ മീൻ ഇങ്ങനെ ഹിസ്റ്ററി അങ്ങനെ സംഭവമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചിലർക്ക് സയൻസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, സയൻസ് സബ്ജക്ട്സ്. എനിക്ക് സയൻസ് സബ്ജക്ട്സ് തീരെ ഇഷ്ടമല്ല. ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഈ സാധനം തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്നെ പോലത്തെ ഉള്ള ഒരാള്, ഐ മീൻ സോഷ്യൽ സയൻസ് ഇഷ്ടപ്പെടുന്ന ഒരാള്, സയൻസ് സബ്ജക്ട്സ് ഹേറ്റ് ചെയ്യുന്ന ഒരാള് പോയി സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തീരെ ഞാൻ പൊട്ടി പാളിച്ചായിട്ടുണ്ടാവും മേ ബി, മിക്കവാറും. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളാത്ത സബ്ജക്ട്സ് ആണത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം സയൻസ് സബ്ജക്ട്സ് ഇഷ്ടപ്പെട്ടിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അവർ നല്ല ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഇത് പഠിപ്പിക്കണമെന്നുള്ള ഉഴപ്പാൻ ചാൻസ് ഉണ്ട്. സോ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ആൾക്ക് ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നല്ലതായിരിക്കും. അങ്ങനെ ഇപ്പൊ ഏറ്റവും നല്ല കോഴ്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഗൈസ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ അനുസരിച്ച് എടുക്കണമായിരിക്കും നല്ലത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. പാരന്റ്സോ അല്ലെങ്കിൽ നാട്ടുകാർ, വീട്ടുകാർ അങ്ങനെ അവർ പറഞ്ഞെടുക്കാണ്ട്, ഐ മീൻ കൂട്ടുകാരൊക്കെ എടുക്കണേതാന്ന് വെച്ചാൽ അവരുടെ പുറകെ പോകാണ്ട് നിങ്ങളുടെ പ്ലാൻ എന്താണോ, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് എടുക്കാം. കാരണം നിങ്ങളെ പഠിക്കണത് അവരല്ല പഠിക്കണത്. സോ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക ഗൈസ്. അല്ലെങ്കിൽ കഷ്ടപ്പാടാണ് ഗൈസ്, അല്ലെങ്കിൽ കഷ്ടപ്പെടും ഉറപ്പാ. അടുത്തത് ജിം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ളത്. ജിം എക്സ്പീരിയൻസ് എനിക്ക് ജിമ്മിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അവിടെ വരെ നടന്നു പോകാൻ ഭയങ്കര മറ്റുള്ള കാര്യമാണ്. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വഴിയാണ്. പക്ഷെ ഞാൻ ജിമ്മിൽ പോയിട്ട് ഇപ്പോൾ 2 ആഴ്ച കേസ് വേറെ ഒന്നുമല്ല. ഈ മഴയെ പുറത്ത് പോകാൻ തോന്നൂല. പിന്നെ എനിക്ക് പീരീഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കണായിരുന്നു. അപ്പൊ പീരീഡ്സ് ടൈമിൽ ഞാൻ പോകല് ഭയങ്കര കുറവാണ്. എന്നാലും 4ാമത്തെ ദിവസം 5ാമത്തെ ദിവസമൊക്കെ ഞാൻ പോകാറൊക്കെ ഉണ്ട്. ബട്ട് ഈ പ്രാവശ്യം ഭയങ്കര മഴയൊക്കെ ഉണ്ട്. ഇങ്ങനെ മടി പിടിച്ച് പീരീഡ്സും മഴ ഭയങ്കര വൃത്തിയായിട്ട് കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ജിമ്മിൽ പോയിട്ട് കുറേ നാളായി. പിന്നെ എൻ്റെ ജിമ്മിലുള്ള ഫ്രണ്ട്സും വന്നിട്ട് കുറേ നാളായി. അപ്പോൾ പോയി തുടങ്ങണം. അടുത്ത ആഴ്ച തൊട്ട് പോയി തുടങ്ങണം എന്നാണ് എൻ്റെ പ്ലാൻ. ഈ മഴ ഒന്ന് എങ്ങനെയെങ്കിലും നിന്നാൽ മതി. എനിക്ക് മഴ ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ടെൽ അബൌട്ട് ഹ്യൂമാനിറ്റീസ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് ടഫ് ഓർ ഈസി ആൻഡ് ദ റീസൺ വൈ യു ടുക്ക് ഹ്യൂമാനിറ്റീസ്. ഇത് ഞാൻ ഏറെക്കുറെ ഇപ്പൊ ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഹ്യൂമാനിറ്റീസ് എനിക്ക് സോഷ്യൽ സയൻസ് ഒക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈസി ആയിട്ടാണ് തോന്നിയിട്ടുണ്ടാകുന്നത്. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസിയാണ്, പഠിച്ചില്ലെങ്കിൽ ടഫ് ആയിരിക്കും. അത് വേറെ കാര്യം. ഇനി ഒരുപാട് കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ടഫ് ആയിരിക്കും. കാരണം നമുക്ക് കുറേ ബൈ ഹാർട്ടൊക്കെ പഠിക്കാണ്ടല്ലോ. അപ്പൊ കൂട്ടിയിടുകയാണെങ്കിൽ ടഫ് ആയിരിക്കും. അല്ലാണ്ട് കറക്റ്റിന് പഠിച്ചു പോയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. നമുക്ക് ഉണ്ടാക്കിയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് ഇങ്ങനെ കഥ പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ വലിയ സീൻ ഉണ്ടാവില്ല. പിന്നെ ടഫ് ഓർ ഈസി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും പറഞ്ഞ ഡെയിലി പഠിച്ചോളുന്ന ഒരാളല്ല കേട്ടോ. എന്നാലും അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ പഠിച്ചു പോകരുത്. എന്താ റീസൺ വൈ ടു റീസൺ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അതിൽ സോഷ്യൽ സയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൽ റിഗ്രറ്റ് ചെയ്യാനുള്ള പിന്നെ കൈസ് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ 10ാം ക്ലാസ് ഫുൾ A+ ഉണ്ടെന്ന് പറഞ്ഞപ്പം എല്ലാവരും സയൻസ് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, സ്വാഭാവികം. പക്ഷെ ഞാൻ ആർക്കും ഇഷ്ടമല്ലാത്തത്, ഐ മീൻ എല്ലാവർക്കും പുച്ഛമുള്ള ഹ്യൂമാനിറ്റീസ് എടുത്തു ഫുൾ A+ ഉണ്ട്. ഇനിയും ഞാൻ എല്ലാവർക്കും പുച്ഛമുള്ള ഫാഷൻ ഡിസൈനിങ് എടുക്കുന്നു. ഞാൻ അങ്ങോട്ടുള്ള ഒരു ഒപ്പീനിയൻ നോക്കണില്ല. കാരണം എൻ്റെ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് വലുത്. കാരണം ഞാനാ പഠിക്കാൻ പോണത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻട്രസ്റ്റേ നോക്കുള്ളൂ. എൻ്റെ വീട്ടുകാരും എൻ്റെ ഇൻട്രസ്റ്റേ നോക്കുള്ളൂ. മറ്റുള്ളവർ നാട്ടുകാരെ തോർന്നൊന്നും പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർ അത് എടുക്കാൻ പറയില്ല. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരൻസ് ഉണ്ട്. അതന്നെ എൻ്റെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മൊത്തം റെക്കോർഡായിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ ഫോൺ ഒരു അസുഖമുണ്ട്, റെക്കോർഡാവില്ല. ചിലപ്പം ഇടയ്ക്ക് വെച്ച് കട്ടായി പോവും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇതായിരുന്നു നമ്മുടെ Q&A. എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞവരും എടുത്തിട്ടില്ല. എന്നാലും കുറച്ച് മെയിൻ ആയിട്ടും കൂടുതൽ പേരും ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സംസാരിച്ച് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇവിടെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ച് എടുക്കാൻ പറ്റൂല. ഞാൻ ഈ വീഡിയോ ഓൾറെഡി ഒരു പ്രാവശ്യം എടുത്തായിരുന്നു എൻ്റെ വീട്ടിൽ വെച്ചിട്ട്. കാട്ടി പോയിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. അത്ര ഉള്ള സൗകര്യമുള്ളൂ. അപ്പോൾ കാട്ടി പോയി എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നിർത്താണെന്നുണ്ടെങ്കിൽ ഓക്കെ ലൈസ് ഭയങ്കര വേർത്ത് ഒലിക്കണം. ഇങ്ങനെ ഭയങ്കര ഫോഴ്സ് ചെയ്ത് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് അങ്ങനെ റിലാക്സ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുന്നത് ഇത്തിരി സ്പീഡ് കൂടുതലാണ്. അതൊന്നും ക്ഷമിക്കാട്ടോ, അതിന്റെ നേച്ചർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം റെഡിയാക്കാൻ നോക്കത്. അപ്പൊ എന്തായാലും ഇങ്ങനെ Q&A ഒക്കെ വരുമ്പോൾ ഞാൻ വീട്ടിലൊക്കെ ഒന്ന് എടുക്കാൻ നോക്കുക ഗൈസ്. എനിക്ക് തന്നെ സൗകര്യം കൂടുതൽ. അപ്പോൾ ഗൈസ് എന്തായാലും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇത് ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് നന്ദി ഗൈസ്.
അങ്ങനെ എൻ്റെ ഭയങ്കര സംസാരം ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.